ഹലോ ആൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരള PSC മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിനകത്ത് മൊഡ്യൂൾ 8 എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഇഫ് the both planes of a point lie in the reference line, that is the xy line, then അതായത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ബോത്ത് പ്രൊജക്ഷൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ അല്ലെ, ആ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും XYയിലാണ് എന്നുണ്ടെങ്കിൽ ആ പോയിന്റിന്റെ റിലേറ്റീവ് പൊസിഷൻസ് ഏതൊക്കെയാണ്, അതായത് പോയിന്റിന്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു HP ആൻഡ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു VP എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പോയിന്റ് വിൽ ബി അബവ് HP ആൻഡ് ഇൻ VP, പോയിന്റ് വിൽ ബി ബോത്ത് ഓൺ HP ആൻഡ് VP, പോയിന്റ് വിൽ ബി ഇൻ HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP, ആൻഡ് പോയിന്റ് വിൽ ബി ഇൻ VP ആൻഡ് ബിലോ HP. അപ്പോൾ HP എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമുക്കറിയാം, VP എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ ഇതിന്റെ ബേസിക്സ് എന്താണെന്ന് നോക്കാം. ഇൻ first angle projection, the XY line represents the intersection of horizontal plane and vertical plane. അല്ലെ, നമുക്കറിയാം XY ലൈൻ എന്ന് പറയുന്നത് എന്താണ്, VP അതുപോലെ തന്നെ HP ഇത് രണ്ടിനെയും കൂടെ റെപ്രസെന്റ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഒരു റെഫറൻസ് ലൈനാണ് XY ലൈൻ എന്ന് പറയുന്നത്. ഇഫ് എ പോയിന്റ് ലൈസ് ഓൺ എ പ്ലെയിൻ, ഇറ്റ്സ് പ്രൊജക്ഷൻ ലൈസ് ഓൺ ദ XY ലൈൻ. അതായത് ഇഫ് എ പോയിന്റ് ലൈസ് ഓൺ എ പ്ലെയിൻ എന്ന് പറയുമ്പോൾ HP-യിലാണ് ഒരു പോയിന്റ് HP-യിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ അതിന്റെ പ്രൊജക്ഷൻ എന്ത് ചെയ്യും, അതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെയായിരിക്കും, HP-യിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് XY ലൈനിലായിരിക്കും. അതേപോലെ VP-യിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്, ഇഫ് എ പോയിന്റ് ഈസ് ഓൺ VP, അതിന്റെ ടോപ്പ് വ്യൂ എവിടെയായിരിക്കും, XY ലൈനിലായിരിക്കും. അപ്പോൾ ഇഫ് ദ പോയിന്റ് ലൈസ് ഓൺ ബോത്ത് HP ആൻഡ് VP എന്ന് പറയുമ്പോൾ എന്താണ്, ബോത്ത് പ്രൊജക്ഷൻസ്, ദാറ്റ് ഈസ് ബോത്ത് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഓഫ് ദ പോയിന്റ് ലൈ ഓൺ ദ XY പ്ലെയിൻ, ദാറ്റ് ഈസ് അറ്റ് ദ ഇന്റർസെക്ഷൻ. അതായത് HP-യും VP-യും ഇന്റർസെക്ട് ചെയ്യുന്ന എവിടെയാണ്, VP ഇന്റർസെക്ട് ചെയ്യുന്നത് XY ലൈനിലാണ്. അപ്പോൾ if a point is on both HP and VP, its projections, both the front view as well as the top view will be exactly on the XY line. അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. ഓപ്ഷൻ B, point will be both in HP and VP. Next question, if a line is parallel to any one of the reference planes and inclined to other, then അതായത് ഒരു ലൈൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റെഫറൻസ് പ്ലെയിൻ, അത് HP-യോ അല്ലെങ്കിൽ VP-യോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്ലെയിനിന് പാരലൽ ആണ്. അതുപോലെ തന്നെ അടുത്ത പ്ലെയിനിന്, ഇപ്പൊ HP-ക്ക് പാരലൽ ആണെങ്കിൽ VP-ക്ക് ഇൻക്ലൈൻഡ് ആണ്, അല്ലെങ്കിൽ VP-ക്ക് പാരലൽ ആണെന്നുണ്ടെങ്കിൽ HP-ക്ക് ഇൻക്ലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ട്രൂ ലെങ്ത് അതുപോലെ ട്രൂ ഇൻക്ലിനേഷന്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. Normally, in engineering drawing, the true length of the line is seen in the view where the line is parallel to that plane. അതായത് ഇപ്പോൾ HP-ക്ക് ആണ് ഒരു ലൈൻ പാരലൽ എങ്കിൽ HP-യിൽ അതിന്റെ ട്രൂ ലെങ്ത് കിട്ടും. അതേപോലെ തന്നെ VP-ക്ക് ആണ് ഒരു ലൈൻ പാരലൽ എങ്കിൽ VP-യിൽ എന്ത് കിട്ടും, അതിന്റെ ട്രൂ ലെങ്ത് കിട്ടും. അതാണ് ട്രൂ ലെങ്ത്തിന്റെ കൺസെപ്റ്റ്. അപ്പൊ അതായത് പാരലാലിറ്റി ആണ് ട്രൂ ലെങ്ത്തിന്റെ കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ലൈൻ ഈസ് പാരലൽ ടു HP, വ്യൂ ഓൺ HP എന്ന് പറയുമ്പോൾ ഏതാണ്, ടോപ്പ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. സോ വ്യൂ ഓൺ HP വിൽ ബി ട്രൂ ലെങ്ത്, ആൻഡ് ഇഫ് എ ലൈൻ ഈസ് പാരലൽ ടു VP, ദ വ്യൂ ഓൺ VP, ദാറ്റ് ഈസ് ദ ഫ്രണ്ട് വ്യൂ വിൽ ബി ട്രൂ ലെങ്ത്. അപ്പൊ അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഓൾവേസ് ട്രൂ ലെങ്ത് ലൈൻസ് വിൽ ബി മേക്കിംഗ് ദ ട്രൂ ഇൻക്ലിനേഷൻസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രൂ ലെങ്ത് ആണ് നമുക്ക്, ട്രൂ ലെങ്ത് ലൈൻ ആണ് നമുക്ക് എപ്പോഴും ട്രൂ ആംഗിൾ അല്ലെങ്കിൽ ട്രൂ ഇൻക്ലിനേഷൻസ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ HP-യിൽ ട്രൂ ലെങ്ത് ആണെങ്കിൽ ആ ട്രൂ ലെങ്ത് ലൈൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രൂ ആംഗിൾ മേക്ക് ചെയ്യുന്നത്. അപ്പൊ HP-യിലെ ട്രൂ ആംഗിൾ നമുക്ക് നൊട്ടേഷൻ വരുന്നത് തീറ്റയാണ്. ആംഗിൾ വിത്ത് HP ഈസ് റെപ്രസെന്റഡ് ബൈ തീറ്റ ആൻഡ് ആംഗിൾ വിത്ത് VP ഈസ് റെപ്രസെന്റഡ് ബൈ ഫൈ. ഓക്കെ, അപ്പോ ഇവിടെ ചോദ്യം ഇതാണ്, ഇഫ് എ ലൈൻ ഈസ് പാരലൽ ടു എനി വൺ ഓഫ് ദ റെഫറൻസ് പ്ലെയിൻസ് ആൻഡ് ഇൻക്ലൈൻഡ് ടു അതർ, ദെൻ. ഇതിനകത്ത് ഇതിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. AB എന്ന് പറയുന്ന റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ലൈൻ. അപ്പൊ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ VP-ക്ക് പാരലൽ ആണ്. അപ്പൊ നമുക്കറിയാം VP-യിൽ കിട്ടുന്ന വ്യൂ ഏതാണ്, A', B' ആണ് VP-യിൽ കിട്ടുന്ന വ്യൂ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ. ആ A', B' എന്തായിരിക്കും, ട്രൂ ലെങ്ത് ആയിരിക്കും. കാരണം VP-ക്ക് ലൈൻ പാരലൽ ആയതുകൊണ്ട് A', B' ട്രൂ ലെങ്ത് ആയിരിക്കും. മാത്രമല്ല ഈ A', B' മേക്ക് ചെയ്യുന്ന ആംഗിൾ, ദാറ്റ് ഈസ് ദ തീറ്റ ഈസ് ദ ആംഗിൾ മേഡ് ബൈ ലൈൻ വിത്ത് HP.
ഓക്കെ, ആ ട്രൂ ലെങ്ത് ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? ട്രൂ ആംഗിൾ ആയിരിക്കും. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇഫ് എ ലൈൻ ഈസ് പാരലൽ ടു എനി വൺ ഓഫ് ദ റെഫറൻസ് പ്ലെയിൻ ആൻഡ് ഇൻക്ലൈൻ ടു അതർ, എന്താണ് ഇറ്റ്സ് പ്രൊജക്ഷൻ ഓൺ ദാറ്റ് പ്ലെയിൻ ടു വിച്ച് ഇറ്റ് ഈസ് പാരലൽ വിൽ ഷോ ദ ട്രൂ ലെങ്ത്. അത് കറക്റ്റ് ആണ്. ഇറ്റ്സ് പ്രൊജക്ഷൻ ഓൺ ദാറ്റ് പ്ലെയിൻ ടു വിച്ച് ഇറ്റ് ഈസ് പാരലൽ വിൽ ഷോ ദ ട്രൂ ഇൻക്ലിനേഷൻ. അതും ശരിയാണ്. കാരണം ഇറ്റ് പ്രൊജക്ഷൻ ഓൺ ദാറ്റ് പ്ലെയിൻ ടു വിച്ച് ഇറ്റ് ഈസ് പാരലൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതിനാണ് പാരലൽ? വി പിക്ക് പാരലൽ ആണ് അല്ലെ? വി പിക്ക് പാരലൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ എക്സാമ്പിളില് വി പിക്ക് പാരലൽ ആണ്. അതെന്തായിരിക്കും? ആ പ്ലെയിൻ എന്തായിരിക്കും? ട്രൂ ഇൻക്ലിനേഷൻ അല്ലേ കാണുന്നത്? കാരണം ഇവിടെ ഫ്രണ്ട് വ്യൂ, പ്രൊജക്ഷൻ ഓൺ ദാറ്റ് പ്ലെയിൻ ടു വിച്ച് ഈസ് പാരലൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വ്യൂ ആണ്. ഇപ്പൊ ഫ്രണ്ട് വ്യൂ എന്താണ്? ഫ്രണ്ട് വ്യൂ ആണ് ട്രൂ ലെങ്ത്തും കിട്ടുന്നത്. അതുപോലെ ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? ട്രൂ ആംഗിളും ആണ്. So here option C, both A and B are correct. Option C is the correct answer. Next question, which is not the central conic? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് സെൻട്രൽ കോണിക് അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എലിപ്സ് തന്നിട്ടുണ്ട്, പരാബോള തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർബോള, ദെൻ ഓൾ ഓഫ് ദീസ്. അപ്പൊ എന്താണ് സെൻട്രൽ കോണിക് എന്ന് നോക്കാം. Basically, conic sections are curves obtained when a plane cuts a cone at different angles. ഒരു കോണിനെ ഒരു പ്ലെയിന് ഡിഫറെന്റ് ആംഗിൾസിൽ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കർവിനെയാണ് നമ്മൾ കോണിക് സെക്ഷൻസ് എന്ന് പറയുന്നത്. വളരെ ഫെമിലിയർ ആണ് നമ്മൾ, കാരണം എലിപ്സ്, പരാബോള, ഹൈപ്പർബോള ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന്റെ സ്കീമാറ്റിക് ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ആ പ്ലെയിൻ കട്ട് ചെയ്യുന്നത്? അപ്പൊ കോണിനെ നമുക്ക് പാരലൽ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സെക്ഷൻ എന്ന് പറഞ്ഞ കർവ് എന്ന് പറയുന്നത് സർക്കിൾ ആണ്. അപ്പോൾ പർട്ടിക്കുലർ ആംഗിളിൽ കട്ട് ചെയ്യുമ്പോൾ എലിപ്സ് കിട്ടും. അതേപോലെ തന്നെ വേറൊരു ഓറിയന്റേഷനിൽ കട്ട് ചെയ്യുമ്പോൾ പരാബോള. അപ്പൊ ഇതെല്ലാം കട്ട് ചെയ്യുന്നത് കോണ് തന്നെയാണ്, കട്ട് ചെയ്യുന്നത് പ്ലെയിൻ തന്നെയാണ്. പക്ഷെ കട്ട് ചെയ്യുന്ന ആംഗിൾസും ഓറിയന്റേഷനും ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെ ലാസ്റ്റ് വൺ ഈസ് ദ പരാബോള. അപ്പൊ ചോദ്യം ഏതാണ്? സെൻട്രൽ കോണിക് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞത് കോണിക് സെക്ഷനെ കുറിച്ചാണ്. ഇനി എന്താണ് സെൻട്രൽ കോണിക് എന്ന് നോക്കാം. A central conic has a center of symmetry, that is a point about which the curve is symmetric. Okay, central conic എന്ന് പറയുമ്പോൾ അതിനൊരു സെന്റർ ഓഫ് സിമെട്രി ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈൻ ഓഫ് സിമെട്രി അല്ല, സെന്റർ ഓഫ് സിമെട്രി എന്ന് വെച്ചാൽ ആ പോയിന്റിന് എബൌട്ട് എന്തായിരിക്കും? ആ കർവ് സിമെട്രിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കോണിക്, സെൻട്രൽ കോണിക് അല്ലാത്തത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എലിപ്സ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ എലിപ്സ്, എലിപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ രണ്ടാമത്തെ ഫിഗറിൽ ഇതാണ് എലിപ്സ്. അപ്പൊ എലിപ്സിന് ഇവിടെ എന്തുണ്ട്? ഒരു സെന്റർ ഓഫ് സിമെട്രി ഉണ്ട്. അപ്പൊ അതൊരു സെൻട്രൽ കോണിക് ആണ്. ഇനി അടുത്തത് ഹൈപ്പർബോള. ഹൈപ്പർബോളയില് ഇതാണ് നമുക്ക് നാലാമത്തെ ഫിഗർ ആണ് ഹൈപ്പർബോള. അപ്പൊ ഇവിടെയും എന്താണ്? ഇതിന്റെ ഒരു സെന്റർ പോയിന്റ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ സെൻട്രൽ കോണിക്. ഓക്കെ, ഇപ്പൊ സർക്കിളിനും ഇവിടെ ഒരു സെന്റർ ഉണ്ട്. സർക്കിളിന്റെ ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല, ബട്ട് സ്റ്റിൽ സർക്കിൾ ഹാസ് എ സെന്റർ അല്ലെ. ഇനി സെന്റർ ഇല്ലാത്തത് ഏതാണ്? പരാബോളയാണ് നമുക്ക് സെന്റർ ഇല്ലാത്തത്. കാരണം ഇവിടെ സിമെട്രിക് ആണ്, പക്ഷെ പോയിന്റ് ഓഫ് സിമെട്രി അല്ല. ഇവിടെ ഒരു എന്താണ്? ലൈൻ ഓഫ് സിമെട്രി ആണ്. ഓക്കെ, ലൈൻ ഓഫ് സിമെട്രി ആണ് എന്നോട് ചോദ്യം. സെൻട്രൽ കോണിക് ആണ്, ലൈൻ ഓഫ് സിമെട്രി അല്ല, ഡസ് നോട്ട് ഹാവ് എ പോയിന്റ് ഓഫ് സിമെട്രി അല്ലെ. അപ്പോ പരാബോള ഇറ്റ് ഈസ് ഓൺലി ഹാവിംഗ് ആക്സിസ് ഓഫ് സിമെട്രി ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ സെന്റർ. ഓക്കെ, അപ്പൊ താഴെ തന്നിട്ടുള്ളത് സെൻട്രൽ കോണിക് അല്ലാത്ത ഏതാണ്? ഓപ്ഷൻ ബി, പരാബോള ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ ക്യൂബ് ഹൗ മെനി നോൺ ഐസോമെട്രിക് ലൈൻസ് ഹാവ് ട്രൂ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ദ ക്യൂബ്? അതായത് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ, അതായത് ക്യൂബിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ എത്ര ഐസോമെട്രിക് ലൈൻ ഉണ്ടാവും? അതായത് ട്രൂ ലെങ്ത്, നോൺ ഐസോമെട്രിക്, ട്രൂ ലെങ്ത് അല്ലാതെ എത്ര നോൺ ഐസോമെട്രിക് ലെങ്സ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഐസോമെട്രിക് പ്രൊജക്ഷന്റെ ബേസിക്സ് എന്താന്ന് നോക്കാം. ഇനി ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ ക്യൂബ് എന്നല്ല, ഐസോമെട്രിക് പ്രൊജക്ഷൻ ഏതാണെങ്കിലും ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ ക്യൂബ് ഓൺലി എഡ്ജസ് പാരലൽ ടു ദ ഐസോമെട്രിക് ആക്സസ് ഓർ ഡ്രോൺ യൂസിങ് ഐസോമെട്രിക് സ്കെയിൽ. ഈ ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? 81.6% ഫോർ ഷോർട്ടൻഡ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആയിട്ട് വരയ്ക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ ഐസോമെട്രിക് ലൈൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു ഐസോമെട്രിക് ആക്സസ് ഇവിടെ ഉണ്ടാവും. ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഐസോമെട്രിക് ആക്സസ് ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് നമുക്ക് എക്സ് വൈ സെഡ് വരിക. ഓക്കെ, ഇതിപ്പോ വൈ ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് റെപ്രസെന്റഡ് ആസ് എക്സ് ആൻഡ് ദിസ് ഈസ് റെപ്രസെന്റഡ് ആസ് ഇസഡ്. ഇതാണ് നമുക്ക് ഐസോമെട്രിക് ആക്സസ് വരിക. ഈ ഐസോമെട്രിക് ആക്സസിന് പാരലൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ട്രൂ ലെങ്ത് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? എല്ലാ എഡ്ജസും
81.6 ഫോർ ഷോർട്ടൻഡ് ആണ്. ഐസോമെട്രിക് എന്ന് പറഞ്ഞ ഐസോമെട്രിക് പ്രൊജക്ഷൻ കേട്ടോ. ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ എഡ്ജസും അല്ലെങ്കിൽ എല്ലാ ഡയമെൻഷൻസും 81.6% റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഐസോമെട്രിക് സ്കെയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇവിടെ ചോദ്യം ഇതാണ്, in the isometric projection of a cube, how many non-isometric lines have true lengths of sides of the cube? Okay, അപ്പൊ എത്രയാണ് true lengths of the true length മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, true lengths of sides of the cube. ശ്രദ്ധിക്കേണ്ട കാര്യം, any non-isometric line is drawn using its true length. Any non-isometric, ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ളതിൽ but none of the non-isometric lines have true length equal to side of the cube. എല്ലാം സൈഡ് ഓഫ് ദ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ലെങ്ത് ആണ്. പക്ഷെ ഇവിടെയുള്ള എല്ലാ ലൈനും എന്താണ്? നമ്മൾ 81.6 റെഡ്യൂസ്ഡ് ആയിട്ട് വരയ്ക്കുന്നത്. അതായത് ക്യൂബിന്റെ സൈഡ് ഇൻറ്റു 81.6 അല്ലെങ്കിൽ 0.816 റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ലൈൻസും വരയ്ക്കുന്നത്. അത് എക്സിലായാലും വൈയിലായാലും ഇസഡിലായാലും. അതുകൊണ്ട് ഏതാണ് ക്യൂബിന്റെ ലെങ്ത് ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നൺ ഓഫ് ദ ലൈൻസ് ഹാവ് ട്രൂ ലെങ്ത് ഈക്വൽ ടു സൈഡ് ഓഫ് ദ ക്യൂബ്. അപ്പൊ നൺ ഓഫ് ദ എന്ന് പറയുമ്പോൾ എന്താണ്? എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ മെനി നോൺ ഐസോമെട്രിക് ലൈൻസ് ഹാവ് ട്രൂ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ക്യൂബ് എന്ന് പറയുമ്പോൾ ആൻസർ വരുന്നത് 0 ആണ് അല്ലെ. നമുക്ക് ഒരു ലൈനും എന്താണ് ക്യൂബിന്റെ ലെങ്ത് ഉള്ള ട്രൂ ലെങ്ത് ഉള്ള ലൈൻസ് ഒരെണ്ണം പോലും ഇല്ല. അപ്പൊ ആൻസർ 0 ആണ് വരുന്നത്. ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇതിനകത്ത് ആൻസർ 2, 3, 4, 5 നൺ ഓഫ് ദീസ് ആണ്. നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പൊ ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇനി ഫർദർ ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ 0 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഇവിടെ നിലവിൽ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്, ആൻസർ തന്നിട്ടില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ. നോ ഓപ്ഷൻസ് ആർ കറക്റ്റ്. Next question, in the Cavalier oblique projection of a cube, the angle between the plane of projection and the line of projection. Cavalier oblique projection എന്താണ്? Cavalier oblique projection of a cube, the angle between plane of projection and line of projection എന്താണെന്നുള്ളതാണ് ചോദ്യം. In oblique projection, the object face parallel to the plane of projection is shown in the true shape and the depth is represented by receding lines drawn at a fixed angle. ഇവിടെയാണ് നമുക്കൊരു പ്രൊജക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, Cavalier oblique പ്രൊജക്ഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒബ്ജക്റ്റ് ഫേസ് പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ട്രൂ ഷേപ്പ് ആയിരിക്കും. ബാക്കി എല്ലാ ആംഗിൾ ലൈൻസും എന്തായിരിക്കും? ദേ ആർ ഡ്രോൺ റിസീഡിങ് അല്ലെ. ആൻഡ് the depth is represented by receding lines drawn at a fixed angle. In Cavalier projection, the line of projection, that is the direction in which the depth is represented or depth is projected, makes an angle of 45 degree with the plane of projection. ഇപ്പോൾ ഇവിടെ നമുക്ക് Cavalier projectionൽ ഈ receding lines അല്ലെ, ആ ഡെപ്ത് റെപ്രസെന്റ് ചെയ്യുന്ന ഈ ലൈനും ഇതാണ് ഡെപ്ത് അല്ലെ. ഈ ഒരു 3D ഫിഗറിൽ ഈ ലൈൻസ് പുറകോട്ട് പോകുന്ന ലൈൻസ് ആണ് ഡെപ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതും എന്താണ്? അത് മേക്സ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഇപ്പൊ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഏതാണ്? ഇതാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ അല്ലെ. ഇപ്പൊ ഫ്രണ്ട് സൈഡിൽ കാണുന്നത് ഇതാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. അപ്പൊ ആ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ലൈൻ ആയിട്ടാണ്. സോ ദാറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. അപ്പൊ ചോദ്യം ഇതാണ്, ഇൻ ദ Cavalier oblique projection of a cube, the angle between plane of projection and the line of projection is 45 degree അല്ലെ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇത്രയും ചോദ്യങ്ങളാണ് ആക്ച്വലി മൊഡ്യൂൾ 3 മെഷീൻ ഡ്രോയിങ്ങും മെഷീൻ ഡിസൈനും ഉണ്ട്. അപ്പൊ അതിനകത്ത് മെഷീൻ ഡ്രോയിങ് അല്ല, സോറി, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. ഓക്കെ, ഇപ്പൊ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.